തേൻമാക്കൽ ഗാർഡൻസിലേക്ക് സ്വാഗതം. നോക്കി എന്ത് മനോഹരമായ പൂക്കളാണെന്ന്. ഇവിടെ പൂക്കൾ മാത്രമല്ല കേട്ടോ, നോക്കി നല്ല വയലറ്റ് കളറുള്ള മുളക്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. UK ഈ കാലാവസ്ഥയിലും എത്ര മനോഹരമായിട്ട് അതിൻ്റെ പരിചരണം പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് ഇത് വളരുന്നത്. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മധുരക്കിഴങ്ങ്. നോക്കിയേ, നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇത് വിളവെടുക്കാനായിട്ടില്ല, കുറച്ചും കൂടെ കഴിയണം, 2-3 മാസം കൂടെ കഴിയണം, അന്നേരമാണ് വിളവെടുക്കാനാവത്തുള്ളൂ. പക്ഷേ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പരിചരണത്തിൻ്റെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. സ്ട്രോബെറി കണ്ടില്ലേ, അത് കൃഷി ചെയ്ത രീതി കണ്ടോ. സ്ലഗിനെയും ഒക്കെ പ്രതിരോധിക്കാൻ പാകത്തിന് നല്ല ട്യൂബ് രീതിയിലാണ് അത് കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് ഓൾ ഇയർ അറൗണ്ട് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇഷ്ടം പോലെ അവർ പറഞ്ഞത്. പിന്നെയും നല്ല പർപ്പിൾ കളറുള്ള മുളക്. മുന്തിരിയുടെ വെറൈറ്റികളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. നോക്കിയേ, മുന്തിരിക്കൊലകളും നല്ല ഭംഗിയിൽ തൂങ്ങി കിടക്കുന്നു. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഇതൊരു വെറൈറ്റിയാണ്. ഇവിടെ ഒരു 5-8 വെറൈറ്റി ഉണ്ട്. നമ്മളത് പോകും തോറും കൂടെ പോകും തോറും അത് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊരു പ്രത്യേകതരം പ്ലമ്മാണ്. ഇതിൽ കായുണ്ടായി അത് പോയി. വളരെ സ്വീറ്റായിട്ടുള്ള ഒരു വെറൈറ്റി എന്നാണ് പറഞ്ഞത്. ഇനി കുറച്ച് പുതിന ആൻഡ് ടൊമാറ്റോസ്. നോക്കിയേ, നല്ല ഭംഗിയിൽ ടൊമാറ്റോസ് ഉണ്ട്. ഇവരിത് ഉച്ചയ്ക്ക് കളയില്ല കേട്ടോ. അത് പ്രിസർവ് ചെയ്ത് അവർ പിന്നെ വിൻ്ററിലേക്കൊക്കെ യൂസ്ഫുള്ളാണ്. ഇതെന്ത് ചെടിയാണെന്ന് അത്ര മനസ്സിലാവുന്നില്ല. ഇതൊരു ഫ്രൂട്ട് വെറൈറ്റിയാണ്. കിവി. ഇറ്റ്സ് എ കിവി പ്ലാന്റ് ആണ്. അതിൻ്റെ ഫ്രൂട്ടൊന്നും കാണാനില്ല. ചെറിയത് വന്നിട്ടുണ്ട്. എപ്പോഴാണ് അത് മൂത്ത് വലുതാവുക എന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഗൂസ്ബെറിയാണ്. കിവി, ഗൂസ്ബെറി ആൻഡ് ഇത് ഫിഗ് ആണ് കേട്ടോ. ഫിഗ് നോക്കിയാൽ ഇഷ്ടം പോലെ ഫിഗ് ഉണ്ടായിട്ടുണ്ട്. ഇവരിത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ ഇവരിത് ഉണങ്ങി സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പ്ലാന്റ് പോലും, ഒരു ഫ്രൂട്ട് പോലും വേസ്റ്റ് ആകുന്നില്ല. പിന്നെ ഇത് നമ്മുടെ സ്വീറ്റ് കോൺ പ്ലാന്റേഷനാണ്. നോക്കിയാൽ എല്ലാ സ്പേസും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സ്വീറ്റ് കോണ് കുക്ക് ചെയ്യാറായിട്ടുണ്ട് ഇപ്പം. ഇത് ബേക്ക് ചെയ്തും സ്റ്റീം ചെയ്തും ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. പെയറിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് ഇന്ത്യൻ പെയറിൻ്റെ ഒരു ഗണത്തിൽപ്പെടുന്നതെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനും. നല്ല ഫ്ലഷ് ഒക്കെയുള്ള നല്ലൊരു ബിഗ് പെയർസാണത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചീരയുണ്ട്. ഇനി വേറൊരു ഗൂസ്ബെറീൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. പിന്നെ ഇത് ഹേസൽനട്ടാണോ വാൾനട്ടാണോ എന്ന് എനിക്ക് അത്ര ഷുവറല്ല. പക്ഷെ ഇവിടെ ഹേസൽനട്ടും ഉണ്ട്, വാൾനട്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രീ ആണത്. ഇതേ ഈ നട്ട്സ് അല്ല ഈ അണ്ണാനൊക്കെ കൊണ്ടുപോകും. എന്നാലും ഇവർക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തു, എന്നിട്ട് അവരത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അനദർ ബ്ലാക്ക് കറൻറ്റ്. ഇറ്റ് ഈസ് ബ്ലാക്ക് കറൻറ്റ്. ഇതേ അനാറ് ഉണ്ടായില്ലെന്ന് തോന്നുന്നു, കായ്ച്ചില്ലെന്ന് തോന്നുന്നു. പക്ഷേ നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടാകുമായിരിക്കാം. പിന്നെ നമ്മുടെ വെടുത്തതായിട്ടുള്ള ഒരു വെറൈറ്റി ഗ്രേപ്സാണിത്. ഇത് വൈനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചെറിയ രീതിയിലുള്ള ഒരു ഇനമാണ് കേട്ടോ ഗ്രേപ്സ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ കിച്ചണിലേക്കുള്ള വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ. റണ്ണർ ബീൻസ്. പിന്നെ വേറൊരു വെറൈറ്റി, അനദർ വെറൈറ്റി ഗ്രേപ്സ്. പിന്നെ ഫ്രഞ്ച് ബീൻസ് ഇപ്പം ഒന്ന് കുറേ പറിച്ചു. പിന്നെ വേറൊരു അടുത്ത മാതളം നാരങ്ങ, അനാറ്. പിന്നെ വൈറ്റ് ഗ്രേപ്സ്. നമ്മൾ ഇത്ര നേരം ബ്ലാക്ക് അല്ലേ കണ്ടത്. വൈറ്റ് ഗ്രേപ്സ്, പിന്നെ റെഡ് ഗ്രേപ്സ്. ഇതെല്ലാം നല്ല ഓരോന്നും വേറെ ടേസ്റ്റി ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. സ്വീറ്റാണ്. പിന്നെ അടുത്തതായിട്ട് ഒലീവ്. നമ്മൾ ചെടിയിലൊക്കെ പോണ ഒലീവ്. പക്ഷേ ഇവിടെ തേന്മാക്കൽ ഗാർഡൻസിൽ ഒലീവ് അവരത് പറിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കാം. ഇത് വാൾനട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വാൾനട്ടും ഹേസൽനട്ടും തമ്മിൽ എനിക്ക് മാറിപ്പോകും. പക്ഷേ അത് വാൾനട്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ വിളവെടുത്തോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് ടൊമാറ്റോസ്, നല്ല ആപ്പിളിൻ്റെ ഒരു വെറൈറ്റി.
ഇവിടെ ഒരു 2-3 വെറൈറ്റി ആപ്പിളുണ്ട്. പിന്നെ ചീര, അതെ ചീരയൊക്കെ ഇവർ കുറേ ചീരയൊക്കെ നമുക്ക് നല്ല ഹെൽത്തി അല്ലേ. നമുക്കിവിടെയാണെങ്കിൽ UK ഇതൊക്കെ കിട്ടാനും വളരെ പാടുമാണ്. ഇതൊക്കെ അവർ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചീര അറിയാലോ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇതാ ആപ്പിളിൻ്റെ ഇതാ ഇതൊക്കെ ആകുന്നേ ഉള്ളൂ കേട്ടോ. ഇത് പാകമാകുന്നേ ഉള്ളൂ. പാകമാകുമ്പോഴത്തേനും നല്ല ബ്യൂട്ടിഫുൾ റെഡ് ഫ്രൂട്ട്സ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ എന്ത് ഭംഗിയായിരിക്കും നോക്കിയേ. ഇതൊരു പെയറാണ്, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റി പെയറാട്ടോ, നല്ല ക്രഞ്ചി ക്രിസ്പി, നല്ല ടേസ്റ്റാണ് അത് തിന്നാൻ വേണ്ടിയിട്ട്. നല്ല ക്രഞ്ചിയാണ്. നോക്കിയേ ഇതിൻ്റെ വെരി ടേസ്റ്റി. മൂവിങ് ഓൺ ടു അതർ പ്ലാന്റ്. I'm not sure what this plant. I think one of the fruit plant. പിന്നെ കണ്ടോ അടുത്ത ഇനം വെറൈറ്റി ഗ്രേപ്സ്. നമ്മളിവിടെ ഗ്രേപ്സ് തന്നെ ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട് കേട്ടോ. അതാ വേറൊരു ഗ്രേപ്സ്, ഇതിനും വേറെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണേ. പംകിൻ കണ്ടോ, പംകിൻസ്, എത്ര പംകിൻസാണ് ഉണ്ടായി കിടക്കുന്നത്. നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ. ഒരു UK ഒരു നമ്മുടെ ക്ലൈമറ്റ് നമുക്ക് അനുയോജ്യമല്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിട്ട് ഇത്ര ഭംഗിയായിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഡെഡിക്കേഷൻ. ഇത് വേറൊരു ട്രീ ആണ്. എനിക്കറിയാൻ പാടില്ല ഇത് എന്ത് ട്രീ ആണെന്ന് വെച്ചാൽ മാത്തിച്ചേട്ടനോട് ചോദിക്കേണ്ടി വരും ഇത് എന്ത് ട്രീ ആണ്. പക്ഷേ ഇതെല്ലാം ഓരോരോ ഫ്രൂട്ട്സും നട്ട്സും ട്രീകളാണ്. ഇതാ വേറെ വൈറ്റ് ഗ്രേപ്സ് ഹാങ് ചെയ്ത് കിടക്കുന്നു. നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ തന്നെ. എന്തൊരു ഭംഗിയാണ്, മനോഹരം മനോഹരം, അതിമനോഹരം. ഇനി വൈറ്റ് ഗ്രേപ്സ് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ അടുത്തായിട്ട് വേറെ റെഡ് ഗ്രേപ്സ്, ബ്ലാക്ക് ഗ്രേപ്സ്, പിന്നെ അതിൻ്റെ അപ്പുറം വേറെ ഒരു വെറൈറ്റി. നിങ്ങൾ വിചാരിക്കുക ഇതെല്ലാം ഒരേ വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ ഗ്രേപ്സിൻ്റെയും ടേസ്റ്റ് യുണീക്കാണ്, ഓരോന്നിൻ്റെ ഫ്ലേവർ യുണീക്കാണ്. അതുകൊണ്ടാണ് ഇത് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഇത്രയധികം വെറൈറ്റി ഓഫ് ഗ്രേപ്സ്. ഇവിടെ വേറൊരു ഫിഗ്, ഇവിടെ റെഡ് ഫിഗും ഗ്രീൻ ഫിഗും ഒക്കെ ഉണ്ട് കേട്ടോ. പലതരം ഫിഗുകളുണ്ട്. ഇത് വേറൊരു ഫിഗാണ്. ഫിഗൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഫിഗ് ഉണ്ടോ, നല്ല അടിപൊളി ഫിഗ്. നമ്മൾ ഫിഗ് അതൊക്കെ കുറേ പറിച്ച് തിന്നു. ഇതിൻ്റെ ഉള്ളിലൊക്കെ റെഡാണ് കേട്ടോ. പിന്നെ റെഡുണ്ട്, വൈറ്റ് ഉണ്ട്, സ്വീറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്, ഫ്ലേവറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഈ ഫിഗൊക്കെ നമുക്ക് വേസ്റ്റായൊന്നും പോവുകയല്ലേ, നമ്മൾ ഉണക്കി സൂക്ഷിക്കും. അത് മാത്രമല്ല ഇതാ ബ്ലാക്ക് ബെറീസ്, നല്ല സ്വീറ്റ് ഇനമാണ്. നല്ല സ്വീറ്റ് മാത്രമല്ല നല്ല ബിഗ് ഫ്രൂട്ടാണ്, വെരി ടേസ്റ്റി. പിന്നെ അതാ വേറൊരു ഗ്രീൻ ആപ്പിൾ കണ്ടോ, ഗ്രീൻ ആപ്പിൾ കിടക്കുന്നത് കണ്ടോ, ഇഷ്ടം പോലെ. നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഗ്രീൻ ആപ്പിൾ. നല്ല മനോഹരമായ ഗാർഡനിലെ അത്ഭുതമാവുന്നു UK ഇങ്ങനെ ഒരു ഗാർഡൻ. ശരിക്കും അത്ഭുതമാണ്. UK വെതറിനെ കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ഇത്ര മനോഹരമായ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് അതിനകത്തൊരു അനാവശ്യ സാധനം പോലും ഇല്ല, ഒരു കാടില്ല, ഒരു വീടില്ല, ഒന്നുമില്ല. ഉദയസിൻ്റെ 2-3 വെറൈറ്റി. ഇത് കണ്ടോ, വേറൊരു ലീവ്, അതിനപ്പുറം വേറൊരു ലീവുണ്ട്. അതെല്ലാം പൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇത് ഇനിയിപ്പോൾ അതൊക്കെ ഇനി പ്രോസസ്സ് ചെയ്ത് കായായി കഴിയുമ്പോൾ പ്രോസസ്സ് ചെയ്തെടുക്കണം. നോക്കിയാൽ ഒരു അനദർ ഫിഗ് ട്രീ. ഫിഗിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഫിഗ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മുടെ ഹെൽത്തിന്. പിന്നെ ഇതാ നല്ല പ്ലം. കാണുമ്പോൾ തന്നെ ഒന്ന് പറിച്ചെടുക്കാൻ തോന്നും. നല്ല കൊതിയൂറും പ്ലം, നല്ല സ്വീറ്റ് ആൻഡ് ഫ്ലഷി കേട്ടോ. നല്ല സ്വീറ്റാണ് ഇത് തിന്നാൻ. ഇത് റെഡ് പ്ലംസ്, അതിൻ്റെ അപ്പുറം ഇതേ വിക്ടോറിയൻ പ്ലംസ് എന്ന് പറഞ്ഞാൽ പേർപ്പിൾ കളറിൽ. നമ്മുടെ ഈ സ്ട്രെസ്ഫുൾ ലൈഫിൽ ഇതിൻ്റെ ഈ ഗാർഡനിൽ കൂടി ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ മൈൻഡ് റിലാക്സ് ആവുന്ന കാണാം. ഇതൊക്കെ കാണുകയും ഇതൊക്കെ ടേസ്റ്റ് ചെയ്യുകയും പിന്നെ സ്വന്തം അധ്വാനത്തിന് ഫലം കൂടി ആകുമ്പോൾ മധുരം കൂടും. പിന്നെ ഇതാ നമ്മുടെ വേറൊരു വെറൈറ്റി ഓഫ് ബീൻസാണ് ഇത് റണ്ണർ ബീൻസ് എന്ന് പറയും. ഇത് നന്നായി ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. നല്ല ടെൻഡർ ബീൻസ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് നമുക്ക് കഴിക്കാൻ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന്
ബീൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് നന്നായി മിസ് ചെയ്യും. അത് നമ്മളിത് പറിച്ച് പ്രോസസ്സിങ് ഒന്നും ചെയ്യാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ളത് പറിച്ച് കറി വെക്കുമ്പോൾ തന്നെ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇതേ അനദർ പംകിന് കേട്ടോ, നല്ല ഭംഗിയാണ് ഇത് ഉണ്ടായി കിടക്കുന്നത് തന്നെ കാണാൻ. നമ്മൾ വിചാരിക്കും ഇത് റിയൽ അല്ലെന്ന്, ബട്ട് ഇറ്റ് ഈസ് റിയൽ. ടൊമാറ്റോസ്, പല പല വെറൈറ്റി ടൊമാറ്റോസ്. പിന്നെ ഒരു അനദർ ഫിഗ് ട്രീ വരുന്നുണ്ട്, അതിൽ കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല, അത് വെറൈറ്റിയാണ്. പിന്നെ ഇത് റുബാബ് നമുക്ക് ഒരു പുളിയുള്ള ഇതാണ് അതിൻ്റെ തണ്ട്. അത് നമുക്ക് പുഡിങ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ മീൻകറിയൊക്കെ വെക്കുമ്പോൾ അതിനകത്തിടാം, അച്ചാറുണ്ടാക്കാം. അങ്ങനത്തെ ഉള്ളതാണ് റുബാബ്. ഇതേപോലെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സസ്യം കേട്ടോ. പിന്നെ ഇത് അനദർ വെറൈറ്റി ഓഫ് ഗ്രേപ്സ്. ഇത് ഗ്രീൻ ഗ്രേപ്സ് ആണ്, ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ നോക്കിയേ ടൊമാറ്റോസ്, നല്ല ഗ്രേപ്സ്, നല്ല ബ്ലാക്ക് ഗ്രേപ്സ്, നല്ലൊരു സ്വീറ്റസ്റ്റ് വെറൈറ്റി കേട്ടോ, നല്ല ഫ്ലേവറും, കണ്ടു കഴിഞ്ഞാൽ പറിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഒരു ടൊമാറ്റോ, എങ്ങനെ പോലത്തെ ടൊമാറ്റോ, നല്ല ഫ്ലഷി കേട്ടോ, നല്ല ഫ്ലഷാണ് ഇതിനെ. ഇതേ മത്തങ്ങ പോലെ, നല്ല മത്തങ്ങ പോലെ ഒരു ടൊമാറ്റോ, നമ്മളറിയാതെ പറിച്ചു പോകും. പിന്നെ വേറൊരു ഗ്രേപ്സ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഉള്ള ഗ്രേപ്സ് ആട്ടോ ഇത്. ഇവിടെ പല പല ഗ്രേപ്സ് ഉണ്ട്, സ്ട്രോബെറി ഫ്ലേവേർഡ് ഗ്രേപ്സ്, അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമായി അത്, നല്ല സ്വീറ്റ് ആൻഡ് ടേസ്റ്റി. ആൻഡ് ദെൻ ആപ്പിൾസ്. നമ്മൾ വിചാരിക്കും ഒരു ഏക്കർ കണക്കിന് സ്ഥലം വേണം നമുക്കൊരു ഫ്രൂട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ. ഇത് മാത്യു ചേട്ടൻ അത് തെളിയിച്ചിരിക്കുകയാണ്, നമുക്കൊരു ചെറിയ സ്ഥലത്തിനുള്ളിൽ നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോ ചെയ്യാമെന്ന്. ഇതിന് പുറകിൽ ഒത്തിരി ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഉണ്ട് കേട്ടോ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ പറ്റില്ല. ഇത് വലിയൊരു തരം ഗ്രേപ്സ് കേട്ടോ, നല്ല റെഡ് ഗ്രേപ്സ് ആണത്, വെരി ടേസ്റ്റി ആൻഡ് ബിഗ് വൺസ്, ഹ്യൂജ് വൺസ്, നല്ല മനോഹരമായ ഗ്രേപ്സ്. ഇനി ഇതാ അടുത്തതായിട്ട് വേറെ ബ്ലാക്ക് വെറൈറ്റി, നല്ല എന്താ ഭംഗി അത് കാണാനല്ലേ കിടക്കുന്നത് തന്നെ. ഇത് വൈൻ ഉണ്ടാക്കാൻ പറ്റിയ വെറൈറ്റി കേട്ടോ, ഇത് നല്ല വൈനിന് പറ്റിയ തരം ഒരു വെറൈറ്റിയാണ്. നമുക്കിതൊക്കെ അത്ഭുതമല്ലേ, മുന്തിരി ഒക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ഇത് നോക്കിയേ, മുന്തിരീൻ്റെ തോട്ടത്തിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മളൊരു മുന്തിരീൻ്റെ ഒരു തോട്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റൊക്കെ ആയിരിക്കും കാണാൻ പറ്റുള്ളൂ. ഇത്രയും വെറൈറ്റി ഓഫ് മുന്തിരി കാണണമെങ്കിൽ തേന്മാക്കൾ ഗാർഡൻസിൽ തന്നെ വരണം, അതും UK-യിൽ. ആൻഡ് ദെൻ ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് പ്ലം. അത് കായ തീർന്നു എന്ന് തോന്നുന്നു അതിൻ്റെ. പിന്നെ ഇതാ ബേ ലീവ്സ്. ഇത് നല്ല ഇതാണ്, ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവറുള്ള ലീവ്സാണ്. ഇത് ഉണക്കി എടുത്ത് നമ്മൾ കറികളിലൊക്കെ ഇടാറുണ്ട്, ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ തരും കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. സ്ട്രോബെറി നോക്കിയാൽ വേറൊരു വെറൈറ്റി, ഇത് നോക്കിയാൽ ബ്യൂട്ടിഫുൾ, അതിൻ്റെ ഷേപ്പ് തന്നെ നോക്കിയേ, നല്ലൊരു ഭംഗിയാണ് ഇതിങ്ങനെ കിടക്കുന്നത് കാണാൻ. അതിനിപ്പോൾ നല്ല പിങ്ക് ഫ്ലവേഴ്സും അതിൻ്റെ സ്ട്രോബെറീൻ്റെ പ്ലാന്റും. ഇതിങ്ങനെ നോൺ സ്റ്റോപ്പ് ഇതിൻ്റെ ഫ്രൂട്ടാണ്, ഇതിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിങ്ങനെ ഹൈറ്റിൽ വെച്ചതുകൊണ്ട് സ്ലഗ് ഇല്ല, അതുങ്ങൾക്ക് ഫ്രീ ആയിട്ട് വളരാം. ഇത് ഗ്രേപ്സ് കേട്ടോ. പിന്നെ ഏതാ പർപ്പിൾ ചില്ലീസ്, വൈറ്റിഷ് ടിൻ്റുള്ള പർപ്പിൾ ചില്ലീസ്. ഇത് അവിടെ നല്ല ചെറിയ പോട്ടിലാണെങ്കിൽ പോലും മനോഹരമായിട്ട് വളർന്നിട്ടുണ്ട്. എല്ലാം നല്ല സ്പേസ് നന്നായി മേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കം ഉണ്ട്, നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ തന്നെ. ഓരോരോ ഫ്രൂട്ട്സും ചെടികളും പ്ലാന്റും കാണാൻ തന്നെ മനസ്സിന് എന്തൊരു ആഹ്ലാദം. നമുക്ക് ഈ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളും അതുമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് ആണ്. കാപ്സിക്കം ഇതാ. പിന്നെ വേണ്ട നമുക്ക് കാണണ്ടേ നോക്കിക്കേ, നമ്മുടെ കുക്കുംബർ കണ്ടോ, അത് വിത്തിനിട്ടേക്കുന്ന കേട്ടോ, ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. നമുക്ക് സാലഡിലും ഇതിലൊക്കെ ഇടാം. നല്ല വലിയ കുക്കുംബറാണ് വിത്തിനിട്ട്. പിന്നെ ഇത് വേണ്ട ഒനിയൻ ഉണ്ട് ഇവിടെ, ഒനിയൻ പ്ലാന്റ് ആണ്.
അത് പിന്നെയാണെങ്കിൽ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇവർ സീസണായിട്ട് മാറ്റി മാറ്റി ഇടും. ഈ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഈ സ്വീറ്റ് കോണൊക്കെ മാറിക്കഴിയുമ്പോൾ അവരവിടെ ഗാർലിക്ക് പ്ലാന്റ് ചെയ്യും, എന്നിട്ട് ഹാർവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഐഡിയപരമായിട്ട് നല്ല പ്ലാന്റ് ചെയ്യുന്ന നല്ലൊരു കർഷകനാണ്. അഭിനന്ദനങ്ങൾ.